തക്കോണം ദൈവം തന്ന ഏറിയ അവസരത്തിനായിട്ട് നിത്യ സ്തുതിക്കാം. കർത്താവെ, താങ്ക് യു ലോർഡ് ജീസസ്. ഞങ്ങൾ അങ്ങയുടെ വചനം പഠിക്കാനായിട്ട് അങ്ങയുടെ മുമ്പാകെ ഇരിക്കുന്നു. അങ്ങയുടെ വചനത്തെ ഞങ്ങൾക്ക് വിഭാഗിച്ചു തരണേ കർത്താവെ. ഞങ്ങളെല്ലാവരും ഭക്ഷിച്ച് അങ്ങയുടെ വചനം ഭക്ഷിച്ച് കർത്താവെ, കുടിച്ച് തൃപ്തരായിട്ട് കർത്താവെ, ഇന്ന് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഞങ്ങള് കർത്താവ് ഇന്ന് ചിന്തിക്കാനായിട്ട് തന്നത് മത്തായി 21 അധ്യായമാണ്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. അനന്തരം അവർ യെരുശലേമിനോട് സമീപിച്ച് ഒലിവുമല അരികെ ബേത്ഫഗയിൽ എത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ച് കൊണ്ടുവരുവീൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ. തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു. ബാക്കി അത് കഴിഞ്ഞിട്ട് വായിക്കാം. ഞാൻ ഈ ദിവസങ്ങളിൽ ഞാൻ ചിന്തിക്കുമായിരുന്നു, പ്രായമായി വരുന്നതനുസരിച്ച് വളരെ വളരെ ബലഹീനതകളും വളരെ ലിമിറ്റേഷൻസും എൻ്റെ ശരീരത്തിലുണ്ട്. നമ്മൾ പലപ്പോഴും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് എല്ലാവർക്കും ചിലപ്പം പ്രായമായതുകൊണ്ടായിരിക്കത്തില്ല, വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ഉള്ള ലിമിറ്റേഷൻസ് കാണും. നമ്മൾ പണ്ട് ചെയ്ത പോലെ നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് പല പല പരിമിതികളുണ്ട്. അല്ലെങ്കിൽ ചിലപ്പം ഫിനാൻഷ്യൽ ആയിട്ടുള്ള പരിമിതികളായിരിക്കാം, ചിലപ്പം വേറെ എന്തെങ്കിലും. ഇപ്പൊ ഇവരെ ആക്ച്വലി ഈ പെൺകഴുതയെ കെട്ടിയിട്ടിരിക്കുമായിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും സാഹചര്യങ്ങൾ നമ്മളെ കെട്ടിയിട്ടേക്കുമായിരിക്കും. പക്ഷെ കെട്ടിയിട്ടിരിക്കുന്ന പെൺകഴുതയെ അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചുകൊണ്ട് വരുവീൻ. എനിക്ക് ആ അവയെ എന്നുള്ള വാക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ആക്ച്വലി നമ്മൾ മർക്കോസിലോട്ട് പോയാല് മർക്കോസ് 11:2 കാണുന്നത്, ഞാൻ ആ ഭാഗം കൂടെ ഒന്ന് വായിക്കാം. മർക്കോസ് 11:2 ആക്ച്വലി കഴുതക്കുട്ടിയുടെ പുറത്താ കർത്താവ് ഇരിക്കുന്നത്. ഇന്ന് ഞാൻ വായിക്കുക. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്തൊരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ പിടിച്ചോണ്ട് വരും. ആക്ച്വലി സഖരിയ പ്രവചനത്തിന്റെ ഒരു ഫുൾഫിൽമെന്റ് ആണ് ഈ ഭാഗം. കഴുതക്കുട്ടിയെ ദ ഫോൾ ഓഫ് എ ബീസ്റ്റ് ഓഫ് ബേർഡൻ എന്നായിരിക്കുന്നത്. അപ്പം ഈ കഴുതക്കുട്ടിയുടെ പുറത്താ കർത്താവ് കയറാൻ ഇരിക്കാൻ ഉദ്ദേശിച്ചതെങ്കിലും അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത് ആ പെൺകഴുതി അതിന്റെ കുട്ടിയെയുമാ. ഇനി അത് ഒത്തിരി ചിന്തിപ്പിച്ചു. ആക്ച്വലി പല പല രീതിയിൽ ഒരു കഴുത എന്ന് പറഞ്ഞാൽ തന്നെ ഒരു രാജാവ്, യേശു കർത്താവ് രാജാവായിട്ടാണ് യെരുശലേമിലേക്ക് പോകുന്നത് ക്രൂശിക്കപ്പെടാനായിട്ട്. എന്നാലും യേശു കർത്താവ് രാജാക്കന്മാരിൽ കിങ് ഓഫ് കിങ്സാ. പക്ഷെ ഇരിക്കാൻ ചൂസ് ചെയ്തത് ഒരു കുതിരയല്ല. മാനുഷികമായിട്ട് ആൾക്കാര് പ്രൗഢിയിൽ ഇരിക്കുന്നവരെ കുതിരയാണ്. പക്ഷെ ഒരു ബീസ്റ്റ് ഓഫ് ബേർഡിന് ഭാരം ചുമക്കാൻ മാത്രമായിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു കഴുത. ഞാനത് ഓർത്ത്, കഴുതയെ മാത്രമല്ല, ആ കഴുത കുട്ടിയുടെ പുറത്ത് ഇരിക്കാനായിരുന്നെങ്കിൽ പോലും ആ അമ്മയായ കഴുതയും കൂടെ കർത്താവ് ചൂസ്. അവയെ അഴിച്ചുകൊണ്ട് വരികയും താഴോട്ട് വരുമ്പോ അവയെന്നുള്ള വാക്കാ കാണുന്നത്. ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, ആ കഴുതക്കുട്ടി ഇതുവരെയും ഇരുന്നിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടി. ഞാൻ അത് വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, ആരും ഇതുവരെ ഇരുന്നിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ എടുത്തോണ്ട് വരുമ്പോൾ അതിന് ട്രെയിൻ ഒന്നും ചെയ്തിട്ടില്ല ആരെങ്കിലും ഇരിക്കാനായിട്ട്. പക്ഷെ അത് മിണ്ടാതെ ഇരുന്ന് അതുപോലെ വരണമെങ്കിൽ ആ പെൺകഴുതയും കൂടെ വന്നാലേ പറ്റുള്ളൂ. അപ്പൊ അത് സേഫ് ആകും കഴുതക്കുട്ടി. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഓരോ സീസണില് നമുക്ക് ലിമിറ്റേഷൻസ് ഉള്ള സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും. ഞാൻ പറഞ്ഞില്ല, എന്റെ കാര്യം ഒത്തിരി ശാരീരിക ക്ലേശങ്ങൾ കൊണ്ടൊക്കെ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ആ സമയത്ത് എന്നിട്ടും കർത്താവിന് പ്രയോജനമുണ്ട്. ആ കുട്ടിയുടെ പുറത്ത് ഇരിക്കാനായിട്ട് ആ പെൺകഴുതയും കൂടെ കൊണ്ടുവന്നു. എത്ര വലിയ ദൈവമാ! നമ്മളെ ആരെയും ഒരു നാളും പ്രയോജനമില്ലാതെ തള്ളിക്കളയുന്ന ദൈവമല്ല. നമ്മുടെ ലാസ്റ്റ് ബ്രെത്ത് വരെ കർത്താവിന് നമ്മളെ കൊണ്ടൊരു പ്രയോജനമുണ്ട്. ഇറ്റ് ഇസ് ഇൻ ആർ ഹാൻഡ്സ്. നമ്മുടെ ഇതിലാണ് ഇരിക്കുന്നത്. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ തള്ളിക്കളഞ്ഞാൽ പിന്നെ കർത്താവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കർത്താവിന് ആക്ച്വലി വലിയ വലിയ കാര്യങ്ങൾ ഓരോ സീസൺ ഓഫ് ലൈഫിലും കർത്താവിന് നമ്മളെ കൊണ്ടെല്ലാം ചെയ്യിക്കാനുണ്ട്. ഓരോ സീസണിലും വേറെ വേറെ കാര്യങ്ങളാണെന്നേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ആ സമയത്തും ദൈവത്തിന് നമ്മളെ കൊണ്ട് വലുതും ചെയ്യിക്കാനുണ്ട്. നമ്മൾ കണ്ണുറന്ന് നോക്കിയാൽ ദൈവം ചെറിയ സമയം കൊണ്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്നാൽ വലിയ കാര്യങ്ങൾ ചിലപ്പം ദൈവം ചെയ്യും. നമ്മളൊരു യാത്രയിൽ പോയിരിക്കും, അതിൻ്റെ ഇടയ്ക്കും എനിക്ക് പല 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 കാര്യങ്ങൾ ഓർമ്മ വരുന്നു.
എങ്ങനെ ദൈവം ചെറിയ കാര്യങ്ങൾ ഈവൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എ ജേർണി, റേഞ്ച് കിട്ടാത്ത ഒക്കെ ഫോണിൽ കൂടി ആയാലും അല്ലാതെ, അപ്പൊ എപ്പോഴും നമുക്ക് ഇങ്ങനെ ആ കഴുതയുടെ അല്ലെങ്കിൽ കഴുതക്കുട്ടിയുടെ പോലെ നമുക്ക് ഇരിക്കാം. നമ്മളെ ഏതെങ്കിലും സാഹചര്യങ്ങൾ നമ്മളെ കെട്ടിവെച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ കർത്താവ് അത് അഴിക്കാനായിട്ട് ആരോടെങ്കിലും കൽപ്പിക്കും. കർത്താവ് അഴിക്കാൻ കൽപ്പിച്ചാൽ നമ്മളത് അവര് വന്ന് അത് അഴിക്കും, നമ്മളെ അവർ ഫ്രീ ആയിട്ട് വിടും. എന്തിനാ? കർത്താവിന് നമ്മളെ യൂസ് ചെയ്യാൻ വേണ്ടി. ഞാൻ താഴോട്ട് വായിക്കാം, വായിക്കോ, 2-ാം വാക്യം തൊട്ട്. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചു കൊണ്ടുവരുവീൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ. തൽക്ഷണം അവൻ അവയെ അയക്കുമെന്ന് പറഞ്ഞു. നമ്മൾ അടുത്ത വാക്യം ഓൾറെഡി വായിച്ചായിരുന്നല്ലോ. സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹന മൃഗത്തിന്റെ കുട്ടിയുടെ പുറത്ത്. കർത്താവ് വരുന്ന ആ സൗമ്യത, വാഹന മൃഗത്തിന്റെ പുറത്ത് കയറിയിരുന്ന്. 5-ാം വാക്യം വായിക്കാം. എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത്. ഞാൻ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് വായിച്ചപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചു. അതായത് കർത്താവിന്റെ ഈ ലോകത്തിലായിരുന്ന കാര്യങ്ങളൊക്കെ പലതും നേരത്തെ പ്രവചിച്ചിരുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ കർത്താവ് നേരത്തെ നമ്മൾ എവിടെ ആയിരിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ കർത്താവ് നേരത്തെ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഞാൻ അതിന്ന് മനസ്സിലാക്കിയത്. ഞാൻ ഓർക്കുമായിരുന്നു, ആ 2-3 പേരുടെ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരുമായിരുന്നു. ശിമയോന്റെ കാര്യം, അന്ന പ്രവാചകിയുടെ കാര്യം. ഇപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു, അവരൊക്കെ ആക്ച്വലി എത്ര പ്രായമുള്ളവരാ, പക്ഷെ ആ പ്രായത്തില് ദൈവത്തിന് അന്ന പ്രവാചകിയാണെങ്കിൽ 7-ാമത്തെ 8-ാമത്തെ വയസ്സിന്റെ തൊട്ട് വിധവയായിരുന്ന ഒരു സഹോദരിയ. പക്ഷെ കർത്താവിന് അവരെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു. ആ സമയത്ത് വന്ന് ആ ദേവാലയത്തിനോട് ചേർന്ന് ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നു. അതിനും ദൈവത്തിനും കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതൊന്നും പറഞ്ഞിട്ടില്ല. അവസാനം യേശു കുഞ്ഞിനെയും കൊണ്ട് പേരൻസ് വരുന്നോണ്ടേ സന്തോഷിക്കാനും പ്രാർത്ഥിക്കാനും എല്ലാം. അതുപോലെ കാലേബ് 80-ാമത്തെ വയസ്സില്, എങ്ങനെയാ കാലേബിന് 80-ാമത്തെ വയസ്സിൽ പ്രയോജനമായി തീരാൻ പറ്റിയത്? 40-ാമത്തെ വയസ്സിൽ കൂടെ കാലേബ് ആഗ്രഹിച്ചു, കർത്താവെ ഞാൻ അങ്ങേക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും, അങ്ങേക്ക് വേണ്ടി നിൽക്കും. നമ്മുടെ ഒരു ചെറിയ ആഗ്രഹം മതി. ഞാൻ ഓർക്കും, എന്റെ ജീവിതത്തിലെ പല ചെറിയ ആഗ്രഹങ്ങളും ഒരു കുഞ്ഞു ആഗ്രഹമായിരിക്കും, അത് ദൈവം എടുത്ത് ഉപയോഗിച്ചു. സോ ദൈവത്തിന് ഒത്തിരി ഒത്തിരി ഓരോരോ സീസൺ ഓഫ് ലൈഫില് ഡിഫറെന്റ് ഉപയോഗമായിരുന്നു. ഈ പെൺകഴുത പല നാട് പല ചോടുകൾ പേറിക്കൊണ്ട് നടന്നു കാണും. പക്ഷെ അവസാനം കിട്ടിയ പ്രയോജനം എന്തുവാ? തന്റെ കുഞ്ഞായിട്ടുള്ള ഈ ചെറിയ ഈ കഴുതക്കുട്ടിയെ അതിന്റെ കൂടെ പോയിട്ട് അതിനെ എൻകറേജ് ചെയ്യാൻ, നീ പേടിക്കണ്ട, നീ പേടിക്കണം, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നീ അവിടെ നിന്ന് കൊടുത്താൽ മതി. അവസാനം അതിനറിയുമോ, ഇത്രയും വലിയ ലോകത്തെ ഉണ്ടാക്കിയ ദൈവമാണ് മനുഷ്യനായിട്ട് തന്റെ പുറത്തിരിക്കുന്നതെന്ന്. ഞാൻ ഓർക്കുക, നമ്മുടെ ഓരോ സീസൺ ഓഫ് ലൈഫിലും ദൈവം ഒരു ചേഞ്ച് വരുത്തുന്നുണ്ടേ കർത്താവിന് അതിനൊരു പ്ലാൻ ഉണ്ട്. അത് ഞാൻ താഴോട്ട് വായിക്കട്ടെ. എന്നിട്ട് ഈ കഴുതക്കുട്ടിയും കൊണ്ട് വരുന്നുണ്ടേ 2-3 കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഞാന് 12-ാമത്തെ വാക്യത്തില്, യേശു അങ്ങനെ വന്നപ്പോ യേശു ദേവാലയത്തിൽ ചെന്ന് ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും കണ്ടു. കർത്താവ് ഈ കാളക്കുട്ടിയുടെ പുറത്ത് വന്ന്, ഞാൻ പറയാൻ വന്നത്, നമ്മളെ കൊണ്ട് ദൈവം ഓരോ സാഹചര്യത്തിൽ പോകുമ്പോൾ ദൈവം പല കാര്യങ്ങൾ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അവിടെ കാളക്കുട്ടിയല്ല, കഴുതക്കുട്ടിക്കും അവിടെ ഒരു സ്ഥാനമുണ്ട്. അവിടെ വന്നിട്ട് കർത്താവ് വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. വിൽക്കുന്നവരെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി നമ്മളെയും കൂടെ കൊണ്ടുപോയി കർത്താവ് ചെയ്യാൻ പോകുന്നത് ചിലപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അറിയാതെ തങ്ങളുടെ ജീവിതങ്ങളെ കർത്താവിന് വേണ്ടി മുഴുവനായിട്ട് സമർപ്പിക്കുന്നതിന് പകരം ഹൃദയത്തിനെ ഒരു കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തവരെ മുഴുവനായിട്ട് ദൈവത്തിന് വേണ്ടി ഹൃദയം കൊടുക്കാനായിട്ട് ഉപയോഗിക്കുമായിരിക്കും. 15-ാം വാക്യത്തില് അവിടെ വന്ന് മുടന്തരെയും കുരുടന്മാരെയും സൗഖ്യമാക്കി. ഇതിന്റെ ഇടയ്ക്ക് ഇവിടെയൊക്കെ ഈ കഴുതക്കുട്ടിയും അമ്മ കഴുതയും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്കും അതിനകത്തൊരു പങ്കുണ്ടായിരുന്നു. കർത്താവാ ചെയ്യുന്നത്, പക്ഷെ അവരെ സൗഖ്യമാക്കി. അത് കഴിഞ്ഞ് അതേസമയം 15-ാം വാക്യത്തിന്റെ അവസാനത്തിലും അവിടെ പരീശന്മാര്, ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും നീരസപ്പെട്ടു. അതും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിലും കർത്താവ് പറയുക, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു. അപ്പം
അതും കൂടെ ഞാൻ ആലോചിച്ചു. ചിലപ്പോൾ പലരും നമ്മുടെ ഈ കർത്താവിന്റെ കൂടെയുള്ള നമ്മുടെ ഈ ടീം വർക്ക് കണ്ടിട്ട് കഴുതയുടെയും കൂടെയുള്ള പലരും നീരസപ്പെടുമായിരിക്കും. പക്ഷെ നമ്മൾ അതൊന്നും വിഷമിക്കേണ്ട. കർത്താവ് ഓരോ സീസൺ ഓഫ് ലൈഫില് കർത്താവ് എന്താ പറയുന്നത് അത് ചെയ്യുക. ആ പെൺകഴുത അത് റെസിസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനെ. അത് മാത്രമല്ല, ഇത് വായിച്ചപ്പോ ഞാൻ ഇങ്ങനെ വായിച്ചു. അതായത് കർത്താവ് അവരോട് എന്തോ പറഞ്ഞത്. ഒന്നാം വാക്യം വായിക്കാം. അനന്തരം അവൻ യെരുശലേമിനോട് സമീപിച്ച് ഒലിവ് മലയരികെ ബെത്ഫഗയിൽ എത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയും അതിന്റെ കുട്ടിയെയും കാണും. നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചുകൊണ്ട് വരുവിൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവീൻ. തൽക്ഷണം അവൻ അവയെ അയക്കും. 2-3 ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് അവിടെ ഒരു കഴുതക്കുട്ടിയും പെൺകഴുതയും കെട്ടിയിട്ടുണ്ട്. ഒരു ദേവദാസൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, കർത്താവ് ഇതെല്ലാം നേരത്തെ അറേഞ്ച് ചെയ്തിരുന്നു. ആ മനുഷ്യനോട് ഞാൻ 2 ശിഷ്യന്മാരെ അയക്കും. അങ്ങനെ ആയിരിക്കും ഞാൻ ചിന്തിക്കുക. അല്ലെങ്കിൽ എങ്ങനെയാ സാധാരണ ഒരാൾക്കാര് പെട്ടെന്ന് അവരുടെ കഴുതക്കുട്ടിയും ഒക്കെ വിടുന്നത്? അപ്പൊ കർത്താവ് നമ്മുടെ കാര്യങ്ങൾ ഓരോരോ സമയത്ത് കൃത്യമായിട്ട് നടക്കാനായിട്ട് കർത്താവ് എല്ലാം അതിനു വേണ്ടി കാര്യങ്ങൾ പറഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനെ മാത്രമല്ല, അവിടെ ചെല്ലുമ്പോൾ ഉടനെ കാണുമെന്ന. അതൊക്കെ ഞാൻ ഓർത്തു. നമ്മൾ എന്തിനാ നമ്മുടെ സാഹചര്യങ്ങളെ പറ്റി വറി ചെയ്യേണ്ടത്? നമ്മൾ ഒരു കാര്യം നമ്മളോട് കർത്താവ് പറഞ്ഞാൽ നിങ്ങൾ ഉടനെ കാണും. ഞാൻ എപ്പോഴും എന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. എല്ലാ സമയത്തും ഉടനെ കാണും. ഒരു ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ. ഒരിക്കൽ ഞങ്ങൾ ഇന്നലെ ആക്ച്വലി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തപ്പം ഞങ്ങളുടെ ഒരു പർട്ടിക്കുലർ സർജറി കേസ് രാവിലെ 9 മണിക്ക് തുടങ്ങേണ്ടതാണ്. പക്ഷെ അത് തുടങ്ങാൻ ആക്ച്വലി 11:30 അത് പല കാരണങ്ങൾ കൊണ്ട്, സാങ്കേതിക കാരണങ്ങൾ കൊണ്ട്. ആ സമയത്ത് സാധാരണ സർജൻസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉടനെ ഇറിറ്റേഷനും ദേഷ്യവും ഒക്കെ വരും. ഞങ്ങൾ ഇങ്ങനെ പറയുകയും ചെയ്തു. പക്ഷെ പിന്നെ അണ്ടർലൈങ് ആയിട്ട് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. കർത്താവ് അത്രയും സമയം കൊണ്ട് വേറെ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് കർത്താവ് ആ സമയം ഉപയോഗിച്ചു. ആക്ച്വലി 11:30 തുടങ്ങി, ഉച്ചയാകുമ്പോഴത്തേക്ക് തുടങ്ങി. ഞാൻ ഇച്ചിരിയും പ്രായമായതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ക്ഷീണമാവും, കാരണം ഫ്രഷ് ആയിട്ടിരിക്കുമ്പോഴാണ്. പക്ഷെ ദൈവം അതെല്ലാം എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും ദൈവത്തിന്റെ കർത്താവിന്റെ കരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിയപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു ബ്ലീഡർ ഉണ്ടായിരുന്നു. എങ്ങനെ അത് ടാക്കിൾ ചെയ്യണം എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അത് നിർത്തിയിട്ട് അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് ഈ പോയിന്റ് എങ്ങനെയാ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരണേ. സമാധാനത്തിൽ ഞങ്ങൾ ബാക്കിയെല്ലാം ചെയ്തു. തിരിച്ചു വന്ന് ആ പോയിന്റ് ചെയ്യാൻ നേരത്ത് ഒറ്റ സ്റ്റിച്ച് കൊണ്ട് ആ ബ്ലീഡിങ് നിന്നു. ഞങ്ങൾ പറയുമായിരുന്നു, എങ്ങനെയാ കർത്താവ് അത് ചെയ്തത്? അത് ഇറ്റ് വാസ് ടു ഗുഡ് ടു ബി ട്രൂ. അതായത് ആ ബ്ലീഡിങ് കംപ്ലീറ്റ് ആയിട്ട് നിന്നു എന്നുള്ളത്. കർത്താവ് എങ്ങനെയാ ഓരോ കാര്യം, അതായത് എല്ലാം കർത്താവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെ സ്റ്റിച്ച് ഇടണം, ഞാൻ എന്റെ കാര്യം പറഞ്ഞതാ. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങള് എങ്ങനെ ചെയ്യണം, എപ്പോ ചെയ്യണം, ഏത് ഫുഡ് ഉണ്ടാക്കണം, കർത്താവ് എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആ പ്രിയപ്പെട്ടവരെ. നമ്മുടെ എല്ലാ കാര്യത്തിലും കർത്താവ് ഓൾറെഡി പറഞ്ഞു വെച്ചിരുന്നു, ഞാൻ എന്റെ രണ്ടു പേരെ അവിടെ അയക്കും. അവര് വന്ന് ചോദിക്കുന്നുടനെ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട്. ഞാൻ ഏറ്റവും എന്നെ ചിന്തിപ്പിച്ചു, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യത്തിലും, എല്ലാ പ്രായത്തിലും, എല്ലാ പരിമിതികളുടെ ഇടയ്ക്കും കർത്താവിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിന് ഇവയെ കൊണ്ടെന്ന എന്തൊരു സന്തോഷം. അമ്മയെ തള്ളിക്കളഞ്ഞില്ല. ആ കാളക്കുട്ടിയുടെ പുറത്തേ ഇരിക്കാൻ പ്ലാൻ ചെയ്തുള്ളൂ. പക്ഷെ കർത്താവ് അമ്മയും കൂടെ കൂടെ കൊണ്ടുവന്നു. നമുക്ക് എല്ലാ സമയത്തും കർത്താവിന് നമ്മളെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ലെറ്റ് us not lose heart. Let us not think, അയ്യോ എന്റെ സമയം കഴിഞ്ഞു എന്ന് ആരും ചിന്തിക്കരുതേ. കർത്താവിന് ഒത്തിരി കാര്യങ്ങൾ. എനിക്ക് ഏറ്റവും അത് കഴിഞ്ഞ് ഞാൻ എന്നെ ചിരിപ്പിക്കാന്നല്ല ഞാൻ പറയുന്നത്. ലാസ്റ്റ് വേഴ്സാണ് ഞാൻ വായിച്ച 17th വേഴ്സ്. പിന്നെ അവിടെ വിട്ട് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നഗരത്തിൽ നിന്നും പുറപ്പെട്ട് ബഥാനിയയിൽ ചെന്ന് അവിടെ രാത്രി പാർത്തു. ഇംഗ്ലീഷിൽ അത് റീച്ച് ബഥനീന്ന. ഞങ്ങളെ കുറച്ച് നാളായിട്ട് ഞങ്ങൾ ഈ ഹോളും ബിൽഡിങ്ങും ഒക്കെ ചേർന്ന് ബഥനീന്ന പേരിട്ടിരുന്നു. ഞാൻ അതൊരു കോയിൻസിഡൻസ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ബഥനി എന്നുള്ള പേര് ആ ഒരു കർത്താവിന് താമസിക്കാൻ സ്ഥലമില്ലായിരുന്നു, നമുക്കറിയാം. കർത്താവ് താമസിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ബഥനി. മാർത്തയുടെയും മറിയയുടെയും ലാസറിന്റെയും വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണല്ലോ അവിടെ ബഥനി എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മുടെ വീട്ടില് നമ്മുടെ കുടുംബം കർത്താവിന് താമസിക്കാൻ ഇഷ്ടമുള്ള, നമുക്ക് ഒത്തിരി ഇംപെർഫെക്ഷൻസ് കാണും. മറിയ ചെയ്തത് മാർത്തയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ലാസറിനെ അവിടെങ്ങും കണ്ടില്ല. പക്ഷെ അവസാനത്തിൽ അവരുടെ ജീവിത സാഹചര്യം, ലാസറസിന്റെ ഒരു മരണവും ഉയർത്തെഴുന്നേൽപ്പും വന്നിട്ട്
അവസാനം അവിടെ സദ്യ ഒരുക്കി മറിയ ആരാധിക്കുകയും മാർത്ത കംപ്ലൈന്റ് ഇല്ലാതെ സേവിക്കുകയും ലാസർ പന്തിയിൽ ഇരിക്കുന്നവരുടെ കൂടെ ആയിരിക്കും. ദൈവം അങ്ങനെ സാഹചര്യങ്ങളെ മാറ്റും. നമ്മുടെ കുടുംബങ്ങളെ കർത്താവിന് ഇഷ്ടം അവിടെ പോയി ഇരിക്കാൻ അതുപോലത്തെ കുടുംബങ്ങളാക്കി നമ്മുടെ കുടുംബങ്ങളെ ദൈവം മാറ്റട്ടെ. കർത്താവിന് നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി, ഓൺലി പ്രയോറിറ്റി നമ്മുടെ കുടുംബങ്ങളിൽ കൊടുക്കാം. നമ്മൾ കൂടി വരുന്ന സമയത്തൊക്കെയും നമ്മൾ ചിലപ്പം പല കാര്യങ്ങളും തമാശകളും ഒക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ പിന്നെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഏത് സമയത്താണെങ്കിലും കുറച്ച് ആരാധിക്കാം. ഒത്തിരി കുറവുകൾ ഞങ്ങൾക്കും ഉണ്ട് ഈ കാര്യത്തിലൊക്കെ. പക്ഷെ എന്നാലും ഞാനിത് വായിച്ചപ്പോൾ ആഗ്രഹിക്കുമായിരുന്നു, കർത്താവ് എല്ലാ കാര്യവും ഒരു ദിവസത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ബഥനിയിൽ പോകാനായിട്ട് ആഗ്രഹിച്ചു. നമ്മുടെ കുടുംബങ്ങളും ഓരോ ബഥനിമാരാക്കി ദൈവം മാറ്റി തീർക്കട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച് വചനം അവസാനിപ്പിക്കും. പ്രാവശ്യം കൂടെ നിങ്ങളുടെ ഭാഗത്തിൽ വന്ന് കർത്താവെ, നിങ്ങളുടെ വചനം കേൾക്കാൻ തന്ന സമയത്തിന് നന്ദി പറയുന്ന കർത്താവെ, അത്രയും നല്ലവനും വിശ്വസനമായ കർത്താവെ, ഞങ്ങൾക്ക് ആവശ്യമുള്ള വചനം ഓരോ ദിവസവും ഓരോ ആഴ്ചയിൽ ഞങ്ങൾക്ക് തന്നെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് ഞങ്ങളോട് സംസാരിച്ച വചനങ്ങൾക്ക് സ്തോത്രം കർത്താവെ. അങ്ങേക്ക് കർത്താവെ ഞങ്ങളെ കൊണ്ട് ആവശ്യമുണ്ടല്ലോ കർത്താവെ. ഞങ്ങളുടെ പരിമിതികളും ഞങ്ങളുടെ ഇല്ലായ്മകളും ഞങ്ങളുടെ ഏത് അവസ്ഥയിലായാലും ഞങ്ങളെ ഉപയോഗിക്കാനും ഞങ്ങളെ അങ്ങേക്ക് ആവശ്യമുണ്ടെന്ന് കേൾക്കുവാൻ ഞങ്ങൾ അനുവദിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പിന്നെ ദിവസങ്ങൾ കേട്ട വചനം കൊത്തോടെ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് അങ്ങയുടെ സമയത്തിനും അങ്ങയുടെ കർത്താവ് ഇഷ്ടത്തിനും ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവെ. അന്ന് കൂടി എല്ലാ പ്രിയപ്പെട്ട സ്തോത്രം കർത്താവ്. ഇത്രയും ഇമ്പമുള്ള വചനമാണ് കർത്താവ്. തേനിലും തേങ്കട്ടയിലും രുചിയേറിയ വചനമാണല്ലോ ഞങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് അനുവദിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അമ്മമ്മയെ ബലപ്പെടുത്തിയ സ്തോത്രം. പരിമിതികളും ശാരീരിക ക്ഷീണങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് ഓരോ ദിവസവും ഞങ്ങൾക്ക് വചനം തരാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. എല്ലാത്തിനും അങ്ങേക്ക് മഹത്വം. ഞങ്ങളെ സഹായിക്കുന്ന ദൈവമായിരിക്കും സ്തോത്രം കർത്താവ്. ഇപ്പൊ ഞങ്ങൾ പിരിയാത്ത സ്ഥാനത്തിൽ നിന്ന് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇനിയും കൂടി വരുന്നവരെയും ഞങ്ങളുടെ ചെറിയ മറവ് ഞങ്ങളെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കെട്ടിക്കാൻ സ്തോത്രം. എല്ലാ താഴ്മയുടെ വീഴ്ചകളോട് കേൾക്കണമേ. ആമേൻ. Praise the Lord.